ഈ ഓൾ പാർട്ടി മീറ്റിംഗിൽ ഹെഡ് ചെയ്യേണ്ടത് ആരാണ്? അതിന് പ്രിസൈഡ് ചെയ്യേണ്ടത് ആരാണ്? അത് നടത്തേണ്ടതും രാജ്യം നേരിടുന്ന വലിയൊരു വെല്ലുവിളിയെ, പ്രത്യേകിച്ച് അതിർത്തിയിലെ ശത്രു രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് എന്ന് ആക്ഷേപിക്കുന്ന തരത്തിൽ വന്ന ഒരാക്രമണത്തെ നേരിടുന്നതിന് വേണ്ടി രാജ്യം ഒറ്റക്കെട്ടായി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ അതിന്റെ അമരത്തിരിക്കേണ്ടയാളാരാണ്? അപ്പൊ ആ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം, ആ സമയത്താണ് ഈ സത്യപാൽ മാലിക് വിളിക്കുന്നത്, അല്ലയോ മോദിജി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അവർക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാളോട് ചുപ്പ് രഹോ എന്ന് പറഞ്ഞയാളാണ്, മിണ്ടരുത് എന്ന് ഗവർണറോട് പറഞ്ഞയാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അജിത് ഡോവലൊക്കെ എന്നാണ് BJP-ക്കാർക്ക് BGM വിടേണ്ട ഒരാളായി മാറിയെന്ന് എനിക്കറിയില്ല. അതിനും BGM വിടും. അമിത്ഷാ പിന്നെ ശ്രീനഗറിലേക്ക് പോകുന്നു, അതിനും BGM വിട്ടിട്ട് പ്രചരിപ്പിക്കുന്ന ആള്. കശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ നിഷ്ഠൂരമായ ആക്രമണത്തിന്റെ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ മിനിറ്റുകൾ കൊണ്ടാണ് RSS ഹാൻഡിലുകളിൽ നിന്ന്, BJP ഹാൻഡിലുകളിൽ നിന്ന് ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിലെ ആകെ ജനങ്ങളെ കൃത്യമായി ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള, വർഗീയമായി ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംഘടിതമായ പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടന്നത്. അതിലെടുത്തു പറഞ്ഞത്, ആ തീവ്രവാദികൾ മതം ചോദിച്ചുകൊണ്ടാണ് അറ്റാക്ക് നടത്തിയത് എന്നാണ്. തീവ്രവാദികൾ ചെയ്തത് അങ്ങനെയാണ്, അവരങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും അറിയാത്തവരല്ലല്ലോ ഇന്ത്യയിലെ ജനങ്ങൾ. ഈ BJP-ക്കാർക്കും അറിയാം, ഇത് പ്രചരിപ്പിച്ച എല്ലാവർക്കും അറിയാം. തീവ്രവാദികളുടെ ലക്ഷ്യം ഇന്ത്യയെ ഏത് തരത്തിലും അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം ഏതാണ്? പണ്ട് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച അതേ മാർഗം തന്നെയാണ്, ഭിന്നിപ്പിക്കുക, അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക. ആ മുതലെടുപ്പിലൂടെ തന്നെ അധികാരത്തിൽ വന്നവരാണല്ലോ BJP-യുടെ ഭരണകൂടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭിന്നിപ്പിക്കുന്ന സമ്പ്രദായം വീണ്ടും ഏത് സന്ദർഭം കിട്ടിയാലും അതിൻ്റെ ആ ആംഗിളിലേക്ക് അതിനെ കൊണ്ടുവന്നുകൊണ്ട് അത്തരത്തിൽ പ്രചാരണം നടത്തുക എന്ന ഒരു രീതി അവർ ഇതിലും അവലംബിച്ചു. പക്ഷെ ഇവിടെ പെട്ടുപോയി കേട്ടോ. ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾ ഇത്തരത്തിൽ നടത്തിയ പ്രചാരണത്തിനെതിരായി ശക്തമായി രംഗത്ത് വന്നു. മാത്രവുമല്ല, കശ്മീരിലെ ജനങ്ങൾ സംഘടിതമായി അവിടെ ഹർത്താൽ ആചരിച്ചുകൊണ്ടും തെരുവിലിറങ്ങി ഈ ആക്രമണത്തെ വലിയ തോതിൽ എതിർത്തുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും ഒക്കെ രംഗത്ത് വന്നു. ഈ ആക്രമണത്തിനെതിരെ ഒറ്റക്കെട്ടായി ഇന്ത്യയോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഈ തരത്തിലുള്ള ആളുകൾ നടത്തിയ വിഷലിപ്തമായ പ്രചാരണങ്ങളെ നേരിടുന്നതിന് വേണ്ടി ആളുകൾ രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ആദിൽ എന്ന ഒരു ചെറുപ്പക്കാരൻ, കശ്മീരി യുവാവ്, അവിടെ നടത്തിയ അദ്ദേഹത്തിന്റെ ജീവത്യാഗം നമുക്ക് അതിനെ വില കൽപ്പിക്കാൻ കഴിയുമോ? ആ നാട്ടുകാരാണ് അവരെ രക്ഷിച്ചത് എന്ന് അപകടത്തിൽപ്പെട്ട ആളുകൾ, അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളുകളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു. അവിടുത്തെ ആളുകളുടെ സാഹോദര്യത്തെക്കുറിച്ച് അവർ വാദോരാതെ സംസാരിക്കുന്നൊക്കെ നമ്മൾ കേട്ടു. അങ്ങനെ ഇന്ത്യ എല്ലാ അർത്ഥത്തിലും ഈ വിഷലിപ്തമായ പ്രചാരണത്തെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെക്കാൾ ഭീകരമായ, ഇന്ത്യയുടെ ഹൃദയത്തിൽ വലിയ മുറിവേൽപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രചാരണത്തെ അതിശക്തമായി ഇന്ത്യയിലെ ജനങ്ങൾ നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒന്ന് പുറകോട്ട് പോയി. പിന്നെ പറഞ്ഞത്, ചില ആളുകൾ മണ്ടത്തരം പറയുന്നവരാണ്. അവർ പറഞ്ഞു, ഇത് ഇന്ത്യ സഖ്യത്തിന്റെ കീഴിലുള്ള സഖ്യകക്ഷിയായിട്ടുള്ള നാഷണൽ കോൺഫറൻസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് കാശ്മീരിൽ ഭരിക്കുന്നത്. അതിനും ആളുകൾ മറുപടി കൊടുത്തു. നിങ്ങൾ ഈ കശ്മീരിനെ രണ്ടായി മുറിക്കുകയും അവിടെ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഭരണഘടനാപരമായ ഒരു പരിരക്ഷ എടുത്തു കളയുകയും ആ സംസ്ഥാനത്തെ തന്നെ രണ്ടായി വിഭജിച്ച് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കുകയും അവിടുത്തെ സൈനിക ആഭ്യന്തര കാര്യങ്ങളിലെ എല്ലാം ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാക്കുകയും ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോട് പോലും ചോദിക്കാതെ, മുഖ്യമന്ത്രിയെ പോലും അറിയിക്കാതെ അവിടെ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അവിടുത്തെ സൈനിക ദളങ്ങളുടെ യോഗം വിളിച്ചുകൂട്ടി അവിടുത്തെ ക്രമസമാധാന കാര്യങ്ങൾ വിലയിരുത്തുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്ന ആക്ഷേപം പുറത്തു വന്നിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള നിയന്ത്രണം കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലാണ്. ആഭ്യന്തര സുരക്ഷയാണെങ്കിലും പ്രതിരോധമാണെങ്കിലും എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിലുള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് എന്നത് നിസ്സാരമായി എഴുതി തള്ളാൻ പറ്റുന്ന കാര്യമല്ല. കഴിഞ്ഞ ദിവസം BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ അവിടെ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായി എന്ന് സമ്മതിക്കുന്നത്, മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ സമ്മതിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന ഓൾ പാർട്ടി മീറ്റിംഗ്, അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും അവിടെ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായി, ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ വീഴ്ചയുണ്ടായത്? അതിനിടയ്ക്ക് ചില ആളുകൾ സൂചിപ്പിക്കുന്നു, ജൂൺ മാസത്തിൽ മാത്രം തുറക്കേണ്ടിയിരുന്ന ഒരു വഴി ആരും അറിയാതെ ഈ ഏപ്രിലിൽ തന്നെ തുറന്നതുകൊണ്ട് അതിലൂടെ ഈ സഞ്ചാരികൾ കയറി വന്നു. ഒരാളോ രണ്ടാളോ ആണോ? അങ്ങനെ നുഴഞ്ഞു കയറി വന്ന ആളുകളാണോ വിനോദസഞ്ചാരികൾ? പലതരത്തിലുള്ള ടൂർ പാക്കേജുകളിലൂടെ നമ്മുടെ കേരളത്തിൽ നിന്നും പോയിട്ടുണ്ട്.
നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് എത്തുകയാണ്. ആ സ്പോട്ടിൽ ഈ സംഭവം നടന്ന സമയത്ത് ഏതാണ്ട് 1000-ഓളം ആളുകൾ ആ താഴ്വരയിൽ ഉണ്ടായിരുന്നു, വൈസ്രൻ താഴ്വരയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടേക്ക് വന്നത് ഇവരൊക്കെ എന്താണ് പിന്നെ അവിടെ ജോലി ചെയ്യുന്നത്? 3,43,000-ത്തിലധികം വരുന്ന സൈനിക വിഭാഗങ്ങൾ അവിടെ ഈ പറയുന്ന പാറാവുകാരായിട്ടുണ്ട്, അവിടെ സുരക്ഷാ ജോലിക്ക് നിയോഗിക്കപ്പെട്ടവരായിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി പുറത്തു വരുന്ന കണക്ക്. ദ പ്രിന്റ് എന്ന് പറയുന്ന മാധ്യമം അവിടെ ഒരു ഫാക്ട് ചെക്ക് നടത്തുകയുണ്ടായി, അതിന്റെ അന്വേഷണം നടത്തുകയുണ്ടായി. അതിൽ നിന്ന് പുറത്തു വരുന്ന ചില വിവരങ്ങൾ കൂടി ഞാൻ ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. എത്തരത്തിലുള്ള സെക്യൂരിറ്റി ലാപ്സ് ആണ് ഈ പഹൽഗാം സംഭവത്തിന് പിന്നിൽ ഉണ്ടായിട്ടുള്ളത്? ആഭ്യന്തരമന്ത്രി സമ്മതിച്ചു, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സമ്മതിച്ചു എന്നതിലപ്പുറം അതിനെ ലഘൂകരിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. എത്രമാത്രം സൈനിക വിഭാഗങ്ങൾ അവിടെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ നോട്ടപ്പിശകിലൂടെ, അവരുടെയൊക്കെ മൂക്കിന് താഴെ കൂടെ ഈ പറയുന്ന പാകിസ്ഥാനികളാണ് എന്നാണ് രേഖാചിത്രം തയ്യാറാക്കി പുറത്തുവിട്ട 3 പേരിൽ 2 പേർ പാകിസ്ഥാനികളാണെന്നും ഒരാൾ ആ കശ്മീർ താഴ്വരയിലുള്ള ആളാണെന്നും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ 2 വർഷത്തോളമായി അവിടെ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയും ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തിനില്ല. ഇവരൊക്കെ എവിടെയാണ് ജീവിച്ചിരുന്നത്, എവിടെയാണ് പോകുന്നത് എന്നൊന്നും പരിശോധിക്കാൻ ഇന്ത്യയിലെ ഇന്റലിജൻസ് സംവിധാനത്തിന് കഴിയുന്നില്ലെങ്കിൽ, ഇത്തരത്തിൽ 3-3.5 ലക്ഷത്തിലധികം വരുന്ന സൈന്യത്തെ വിന്യസിച്ചിട്ടും അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നുഴഞ്ഞുകയറ്റം ചെറുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, തടയാൻ കഴിയുന്നില്ലെങ്കിൽ, അതിൽ പരം വലിയ ഒരു അപരാധം എന്താണുള്ളത്? പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഉൾപ്പെടെ പലരും ഉദ്ധരിച്ച 9 ലക്ഷം പേരുടെ കണക്കിന് വിരുദ്ധമായി, 9 ലക്ഷം പേരാണ് കണക്കിന് വിരുദ്ധമായി ജമ്മു കശ്മീരിൽ 3.43 ലക്ഷം സൈനികരെയും കേന്ദ്ര സായുധ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരെയും മാത്രമേ വിന്യസിച്ചിട്ടുള്ളൂ എന്നാണ് കണ്ടെത്തിയത്. അവരിൽ ഭൂരിഭാഗവും നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞുകയറ്റ വിരുദ്ധ ചുമതലകൾക്കായി വിന്യസിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ഭൂരിഭാഗം ആളുകളെയും വിന്യസിച്ചിട്ടുള്ളത് നിയന്ത്രണ രേഖയിലാണ്. അങ്ങനെ നുഴഞ്ഞുകയറ്റത്തിന് വേണ്ടി ഇത്രയും ആളുകളെ വിന്യസിച്ച സന്ദർഭത്തിലാണ് കഴിഞ്ഞ 2 വർഷത്തോളമായി ഈ വിദ്വാൻമാർ ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നത് എന്ന് കാണേണ്ടിയിരിക്കുന്നു. സൈനികരുടെ കണക്ക് മാത്രം കണക്കിലെടുക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരിൽ 1.68 ലക്ഷം സൈനികരെ മാത്രമേ വിന്യസിച്ചിട്ടുള്ളൂ. സൈനികർ എന്ന് പറഞ്ഞാൽ മിലിറ്ററി വിഭാഗത്തിൽപ്പെടുന്നവർ. ഉൾപ്രദേശങ്ങളിലും നിയന്ത്രണ രേഖയിലും ഉൾപ്പെടെ 1.68 ലക്ഷം സൈനികരാണുള്ളത് എന്ന് പറഞ്ഞാൽ കര, നാവിക, വ്യോമ സേനയിൽ ഉൾപ്പെടെ ഉള്ള സൈനികർ. അതേസമയം ഈ 2.31 ലക്ഷം സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ 1.6 ലക്ഷം പേർ കേന്ദ്ര സായുധ പോലീസ് സേനയിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞാൽ CAPF എന്നാണ് പറയുന്നത്. ആഗസ്റ്റിൽ നരേന്ദ്രമോദി സർക്കാർ ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള തീരുമാനത്തിന് തൊട്ട് മുമ്പ് വിന്യസിക്കപ്പെട്ടവരായിരുന്നു ഇവരിൽ വലിയൊരു വിഭാഗം. ഇതിനു പുറമെ നിയന്ത്രണ രേഖയിൽ ആകെ 1.12 ലക്ഷം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഇതിൽ 14,000-ലധികം പേർ അതിർത്തി സുരക്ഷാ സേനയിൽ നിന്നുള്ളവരാണ്, BSF-ൽ നിന്നുള്ളവരാണ്. അങ്ങനെ ജമ്മു കാശ്മീരിൽ വിന്യസിച്ചിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആകെ എണ്ണം 3.43 ലക്ഷമാണ്. അതിൽ 1,68,440 പേർ സൈനികരാണ്. ബാക്കിയുള്ളവർ പാരാമിലിറ്ററി ഫോഴ്സസ് ആണ്. സൈനിക മറ്റ് വിഭാഗങ്ങളിൽപ്പെടുന്നവർ BSF പോലെ, CRPF പോലുള്ള വിഭാഗങ്ങളിൽപ്പെടുന്നവരാണ്. CAPF-ഉം സൈന്യവും ഉൾപ്പെടുന്ന ആ ഉദ്യോഗസ്ഥർ വിവിധ ആവശ്യങ്ങൾക്കായി വിന്യസിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ്? വൈഷ്ണോദേവി ക്ഷേത്രം, ജമ്മുവിലെ രഘുനാഥ് മന്ദിർ, ശ്രീനഗറിലെ ഹസ്രത്ത് പാൽ തുടങ്ങിയ പ്രധാന ആരാധനാലയങ്ങൾക്ക് സുരക്ഷയൊരുക്കൽ, സർക്കാർ സ്ഥാപനങ്ങൾ, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ആശയവിനിമയ ലൈൻ തുറന്നിടൽ, LOC-യിലെ നുഴഞ്ഞുകയറ്റ വിരുദ്ധ ഗ്രിഡ് എന്നിവയ്ക്ക് പുറമെ ഭരണപരവും മറ്റ് ജോലികളും ഇതിൽ ഉൾപ്പെടുന്നു എന്ന് ആണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. മുഴുവൻ സംഖ്യയിൽ എന്ന് പറഞ്ഞാൽ 3.43 ലക്ഷം എന്ന് പറയുന്ന സംഖ്യയിൽ ഏകദേശം 50,000 സൈനികർ RR ബറ്റാലിയനിൽ പെടുന്നവരാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ റൈഫിൾസ്. അവരെ ഉൾപ്രദേശങ്ങളിലാണ് വിന്യസിച്ചിട്ടുള്ളത്, ബോർഡറിലല്ല. അവർ ഈ പറയുന്ന പട്ടണങ്ങളിൽ, ചെറു പട്ടണങ്ങളിലൊക്കെയാണ് അവർ വിന്യസിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അവരെല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഒരു ദളമാണ്. 50,000-ലധികം പേരുണ്ട്. കശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്താണ് ഈ പറയുന്നത്. ഇന്ത്യയുടെ സേന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സേനകളിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം. ഏതാണ്ട് 14 ലക്ഷത്തോളം വരുന്ന സൈനിക ശക്തി ഇന്ത്യയുടെ സൈന്യത്തിൽ. 14 ലക്ഷത്തിലാണ് നമ്മൾ ഈ 3.43 ലക്ഷത്തോളം വരുന്ന സൈനികരെ കശ്മീരിൽ മാത്രം വിന്യസിച്ചിട്ടുള്ളത് എന്ന് കാണേണ്ടിയിരിക്കുന്നു. അപ്പം വലിയൊരു സൈനിക ശക്തി അവിടെ വിന്യസിച്ചിട്ടും വലിയ തോതിലുള്ള ഇന്റലിജൻസ് സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നടന്ന ഒരു സെക്യൂരിറ്റി ലാപ്സ്, അവിടെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം നടക്കുന്ന വേളയിൽ ഏതാണ്ട് 1/4 മണിക്കൂർ നേരത്തോളം
ഒരു പോലീസുകാരൻ പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുതിരകൾക്ക് പുറത്തും ചുമലിലേറ്റിയുമൊക്കെയാണ് ആളുകളെ രക്ഷപ്പെടുത്തിയത്, ആ നാട്ടുകാർ വന്ന് രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഏതു തരത്തിലുള്ള ഒരു സംസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്, ഏതു തരത്തിലുള്ള രാജ്യത്തിലാണ് ജീവിക്കുന്നത്, നമ്മുടെ സെക്യൂരിറ്റി സമ്പ്രദായങ്ങളെക്കുറിച്ച് എന്ത് വിശേഷമാണ് നമുക്ക് പറയാനുള്ളത്? ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിലെ പ്രതിരോധ മന്ത്രിയല്ല, ആഭ്യന്തരമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല, ആരും തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രി ചെയ്ത കാര്യം നമ്മളൊക്കെ കണ്ടല്ലോ അല്ലേ? ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് വരുന്നത്. എവിടുന്ന അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, അദ്ദേഹം ബീഹാറിലേക്ക് പാഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പുൽവാമയിൽ 2019 ഇതേപോലെ ആക്രമണം നടന്നപ്പോൾ ഇദ്ദേഹം നേരെ പോയത് ഇതേപോലെ ബീഹാറിലേക്ക് തന്നെയായിരുന്നു. അവിടെ ഒന്ന് തെരഞ്ഞെടുപ്പായിരുന്നു. ഇപ്പോഴും അവിടെ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ചാണ് അദ്ദേഹം വമ്പിച്ച തോതിലുള്ള പ്രസംഗമൊക്കെ നടത്തിയത്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഈ അപകടം നടന്ന ഇതിൽ ആക്രമിക്കപ്പെട്ട ആ പ്രദേശം അല്ലെങ്കിൽ കശ്മീരിൽ ചെന്ന് അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ വിലയിരുത്തുന്നതിനും അദ്ദേഹത്തിന് സമയമുണ്ടായില്ല. ഡൽഹിയിൽ പോലും അദ്ദേഹത്തിന് അധികം നിൽക്കാൻ സമയമുണ്ടായിട്ടില്ല. അദ്ദേഹം നേരെ ബീഹാറിലേക്ക് പാഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ ഗിർവാണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. വലിയ പ്രഖ്യാപനങ്ങളൊക്കെയാണ് നടത്തിയത്. ഇത് നമ്മൾ മുമ്പ് കേട്ടതാ. ഞാൻ പറഞ്ഞല്ലോ, 2019 പുൽവാമ കഴിഞ്ഞപ്പോൾ ഇനി അവരുടെയൊക്കെ അടിവേര് മാന്തിയിട്ടേ ഞാൻ അടങ്ങും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അവിടെയും പിന്നീട് നമ്മൾ കണ്ടു വലിയ തോതിലുള്ള സെക്യൂരിറ്റി ലാപ്സ് അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ അവഗണനയോടുകൂടി കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് ആ 42 ജീവൻ പുൽവാമയിൽ പൊലിഞ്ഞത് എന്ന് RSS തന്നെ കശ്മീരിൽ നിയോഗിച്ച ഗവർണർ സത്യപാൽ മാലിക് നടത്തിയ സ്റ്റേറ്റ്മെന്റിലൂടെ പുറത്തു വന്നു. അന്ന് ആ സത്യപാൽ മാലിക്കിനോട് ജിം കോർബറ്റ് പാർക്കിൽ അദ്ദേഹം ആ സംഭവം ഉച്ചയ്ക്ക് സംഭവം നടന്നിട്ടുണ്ട്. വൈകുന്നേരം 6 മണി വരെ അദ്ദേഹം ഫോട്ടോഷൂട്ടിലായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നമ്മളിതൊക്കെ പിന്നെയാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ അദ്ദേഹം ഫോട്ടോഷൂട്ടിലായിരുന്നു, നാഷണൽ ജിയോഗ്രഫിക് ചാനലിനോ ഇതിനോ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം, ആ സമയത്താണ് ഈ സത്യപാൽ മാലിക് വിളിക്കുന്നത്, അല്ലയോ മോദിജി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അവർക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാളോട് ചുപ്പ് രഹോ എന്ന് പറഞ്ഞയാളാണ്, മിണ്ടരുത് നിങ്ങൾ എന്ന് ഗവർണറോട് പറഞ്ഞയാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? വലിയ പ്രഖ്യാപനമൊക്കെ പ്രാവശ്യം നടത്തിയിട്ടുണ്ട് അല്ലേ? പക്ഷെ എന്താണ് അതിൻ്റെയൊക്കെ സംഭവം? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഓൾ പാർട്ടി മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഈ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ ഹെഡ് ചെയ്യേണ്ടത് ആരാണ്? അതിന് പ്രിസൈഡ് ചെയ്യേണ്ടത് ആരാണ്? അത് നടത്തേണ്ടതും രാജ്യം നേരിടുന്ന വലിയൊരു വെല്ലുവിളിയെ, പ്രത്യേകിച്ച് അതിർത്തിയിലെ ശത്രു രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് എന്ന് ആക്ഷേപിക്കുന്ന തരത്തിൽ വന്ന ഒരു ആക്രമണത്തെ നേരിടുന്നതിനു വേണ്ടി രാജ്യം ഒറ്റക്കെട്ടായി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ അതിന്റെ അമരത്തിരിക്കേണ്ടയാളാരാണ്? അദ്ദേഹമാണോ ഈ തരത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പോയി പ്രസംഗിക്കേണ്ടത്? അവിടെ വന്ന് അധ്യക്ഷത വഹിക്കേണ്ട അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ട പ്രധാനമന്ത്രി അവിടെ കണ്ടില്ല. അപ്പോ ഈ സന്ദർഭത്തോട്, ഈ സാഹചര്യത്തോട്, ഈ സംഭവത്തോട് എത്തരത്തിലുള്ള ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് കാണേണ്ടതുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇനിയെങ്കിലും അതിനനുസരിച്ച് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തൽസ്ഥാനം രാജിവെക്കാൻ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ തയ്യാറാകണമെന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിപ്പോഴും അതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ധാർമ്മികത എന്ന് പറയുന്ന സംഭവം എത്രമാത്രം ഇവർക്കൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ധാർമ്മികത ഏറ്റെടുത്ത് രാജിവെച്ച ചരിത്രം ഇന്ത്യയിലുണ്ട്. നമുക്കറിയാം, മുംബൈ സ്ഫോടനത്തെ തുടർന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ രാജിവെച്ചത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, എന്താണ് അജിത് ഡോവലൊക്കെ എന്നാണ് BJP-ക്കാർക്ക് BGM ഇടേണ്ട ഒരാളായി മാറിയെന്ന് എനിക്കറിയില്ല. അതിനും BGM വിടും. അമിത്ഷാ ശ്രീനഗറിലേക്ക് പോകുന്നു, അതിനും BGM ഇട്ടിട്ട് പ്രചരിപ്പിക്കുന്ന ആളുകൾ. പക്ഷെ അന്ന് ഈ മുംബൈ ഭീകരാക്രമണ സംഭവം ഉണ്ടായ സമയത്ത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ RK നാരായണൻ ഉൾപ്പെടെ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അതൊക്കെ ധാർമ്മികതയുടെ ഒരു കാലഘട്ടം, ഇന്ത്യ കടന്നുപോയ ഒരു കാലഘട്ടം. പക്ഷെ ഇന്ന് ആ ധാർമ്മികതയ്ക്കൊന്നും ഒരു സ്ഥാനവുമില്ല എന്നാണ് നമ്മൾ കാണേണ്ടത്. സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായി എന്ന് യാതൊരു മടിയുമില്ലാതെ ഓൾ പാർട്ടി മീറ്റിംഗിൽ സമ്മതിച്ചയാളാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്നുകൂടി കാണേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഈ പറയുന്ന ആക്രമണത്തിൽ അതിനോടനുബന്ധിച്ച സംഭവങ്ങൾ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അമിത്ഷാ രാജിവെക്കുമ്പോൾ മാത്രമാണ് അതിനോട് അവർക്ക് ആത്മാർത്ഥതയുണ്ട് എന്ന തോന്നൽ ഇന്ത്യയിലെ സാധാരണക്കാരിൽ ഉണ്ടാവുകയുള്ളൂ.